ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്ത് പറ്റിച്ചോന്ന് നീ എന്തൊക്കെയായി പറയുന്നത്? പപ്പി എന്നോട് എല്ലാം പറഞ്ഞു. ഇന്നലെ വരെ അവര് കിടന്നത് മെത്തയില്ല. ഇനി അതുപോലെ തന്നെ അവര് ജീവിക്കണം. അല്ലെങ്കിൽ അതിന്റെ ക്ഷീണം എനിക്കാ. അല്ലെങ്കിലും വാടക വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആശാൻ അല്പം ക്ഷീണം ആവും. എന്നാലും വേണ്ടില്ലടാ, അച്ഛനും അമ്മേനും ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം എനിക്കില്ല. നോക്കടാ, പിന്നെ അവര് മാത്രമല്ലല്ലോ വീട്ടിൽ നിൽക്കുന്നേ. രോഹിത്തും ശ്യാമയും പപ്പിമോളും എല്ലാരും ഉണ്ടല്ലോ. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് നമ്മളല്ലാതെ മറ്റാരാ ഉള്ളത്? വീടൊക്കെ എടുത്തു കൊടുക്കുന്നത് നല്ലതാ, അത് ആവശ്യമാ. പക്ഷെ ആശാന് ചതിച്ച ആ രോഹിത്തിനെ ഇനി കൂടെ നിർത്തുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അവൻ മൂലമാണല്ലോ ആശാൻ ഇതൊക്കെ ഉണ്ടായത്. അതിനുള്ള മൂളൊന്നും അവനില്ലടാ. അതിന്റെ ബ്രെയിൻ വേറെയാ. ഉപേന്ദ്രൻ അച്ഛൻ്റെ അനിയനാ. പക്ഷെ അയാളിപ്പോ കാലന്റെ രൂപത്തിലാ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവനെ എറിഞ്ഞിടണോ ആശാനെ? ആശാന്റെ ആ പഴയ വിശ്വരൂപം ചെറുതായിട്ട് ആ ചിറ്റപ്പനെന്ന് കാണിക്കണ്ടേ? കാണുന്നുണ്ട് ഞാൻ. എന്റെ വിശ്വരൂപം കാണിക്കാൻ വേണ്ടി മാത്രമല്ല, രക്തത്തെ ചതിച്ച തിരിച്ചു കിട്ടുന്ന പണിക്ക് പൊടിയുന്നത് രക്തം തന്നെയാണെന്ന് അയാളെ ഒന്ന് അറിയിക്കാൻ കാണുന്നുണ്ട് ഞാൻ, നല്ല വെട്ടിപ്പായിട്ട്. ആഭരണങ്ങൾ വരെ ഊരി വിൽക്കാൻ പോയോ? നീ എന്തൊക്കെയാടി പറയുന്നേ? അത്രയ്ക്ക് ദാരിദ്ര്യമായോ സത്യാമ്മയ്ക്ക്? സത്യാമ്മ അങ്ങനെ ഒരു അവസ്ഥയിൽ വരെ എത്തിയെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞത്. അയ്യോ, ആഭരണങ്ങളൊന്നും ഇല്ലാതെ സത്യാമ്മ അമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നും അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിൽ സന്തോഷം കണ്ടിരുന്ന ആളല്ലേ അവര്. ഒരാളെയും കൂസാതെ തന്റെ ഇടത്തോട് അധികാരം കാണിച്ച് നടന്നിരുന്ന ഒരു സ്ത്രീ. അവർക്കിങ്ങനെ ഒരു പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവുന്ന അവരും കരുതിയിട്ടുണ്ടാവില്ലല്ലോ. കാര്യം നമ്മളെ ദ്രോഹിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തില് സത്യാമ്മയുടെ സ്ഥാനം ഏറ്റവും മുന്നിൽ തന്നെയാണല്ലോ. പക്ഷെ അതൊന്നും നമ്മളിപ്പൊ ചിന്തിക്കണ്ട. ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ടത് ആപത്ഘട്ടത്തിലാ. അത് മോള് കൊടുക്കണം. കാശായിട്ടാണെങ്കിലും മറ്റ് സഹായങ്ങളായിട്ടാണെങ്കിലും എന്താണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യണം. വിഷ്ണുവിനെ അവന്റെ അച്ഛനെയൊക്കെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ശ്യാമയുടെ വീട് കൂടിയല്ലേ അത്. അത് നഷ്ടപ്പെടുക, ജപ്തിയാകുക എന്നൊക്കെ പറഞ്ഞ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയത്. മോളെ, വേണ്ടി വന്ന ഈ വീട് വിറ്റിട്ട് ഒരു സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ നമ്മൾ ഈ പറയുന്നൊന്നും സത്യമ്മ അംഗീകരിക്കില്ല. ആ മനസ്സ് മുഴുവൻ ഇപ്പോഴും വൈരാഗ്യവും വിദ്വേഷവും മാത്രമേ ഉള്ളൂ. നമ്മൾ സഹായിക്കാനായി പറയുന്നതെല്ലാം നമുക്കെതിരായിട്ടേ സത്യാമ്മ വിചാരിക്കുള്ളൂ. പ്രത്യേകിച്ച് എന്റെ കയ്യിൽ നിന്നൊരു സഹായം വാങ്ങി അവരൊരിക്കലും ഇതിനൊരു പരിഹാരം കാണില്ല. ജപ്തി എങ്കിൽ ജപ്തി, അത് നടക്കട്ടെന്നേ അവര് പറയൂ. അങ്ങനെ അഭിമാനവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമ്പോ വീടിന്റെ പാട്ടിന് പോവും. വല്ല സ്വന്തക്കാരുടെയും വീട്ടിൽ പോയി നിക്കാന്ന് വെച്ചാ അതും അവരുടെ ദുരഭിമാനം സമ്മതിക്കില്ലല്ലോ. വിഷ്ണുവിന്റെ അച്ഛന് ഇവരെ പോലെ ഓടി നടക്കാൻ പറ്റുമോ? പാവം, സത്യാമ്മയ്ക്ക് മുന്നിൽ എല്ലാ സങ്കടവും അടക്കി പിടിച്ച് നിൽക്കുന്ന കാണുമ്പോ സങ്കടം തോന്നും. ഓരോരുത്തർക്കും ഓരോ വിഷമോ സർവേശ്വരൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതിന്റെ ഒരാട്ടം നമ്മൾ ആടുക, അത്ര തന്നെ. ആ മോളെ, അല്ല മോളെ, ഈ രോഹിത്തിന് ഈ രീതി വിട്ടാ മതിയോ? കുറെ ദിവസങ്ങളായി അവൻ അവന്റെ തോന്നിയ രീതിയിലാ നടക്കുന്നതെന്ന ശ്യാമ വിളിച്ചപ്പോ പറഞ്ഞത്. വിഷ്ണു പറഞ്ഞാലൊന്നും അവൻ കേക്കില്ലെന്ന്. ഇന്നിപ്പോ അവര് രണ്ടുപേരും കൂടി രോഹിത്തിനെ കാണാൻ പോകുന്നുണ്ടമ്മേ. എന്താ രോഹിത്തിന്റെ പ്രതികരണമെന്ന് അവരാരെങ്കിലും പറഞ്ഞാലേ അറിയാൻ പറ്റൂ. ആ കൊച്ചിന്റെ ജീവിതവും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ആയല്ലോ ദേവി.
ഇതിന് മാത്രം സങ്കടം അനുഭവിക്കാൻ എന്ത് പാപാ ദേവി ഞങ്ങൾ അമ്മയും മക്കളും ചെയ്തത്. ശാരദയും മക്കളെയും കണ്ണീര് കുടിപ്പിച്ച് മതിയായില്ലേ ദേവിന്ന് പരിഭവത്തോടെ അങ്ങ് ചോദിക്കും. എന്നും ദേവിയുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ. ഇടയ്ക്ക് ചെറിയൊരു വഴക്കൊക്കെ ആവാം. അപ്പൊ അല്പമെങ്കിലും ദുരിതമൊക്കെ ഒന്ന് കുറച്ചു തരും. വലിയ സീനിയർ ആയിട്ടുള്ള ഭക്തയല്ലേ, പറഞ്ഞു നോക്ക്. കരഞ്ഞു കരഞ്ഞു കണ്ണീര് വറ്റിയെന്നും കൂടി പറ. ദേവി കേൾക്കാതിരിക്കില്ല. കളിയാക്കൊന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് തന്നെ ദൈവത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം. ഹാ, പിന്നെ ഇപ്പോഴത്തെ ദുരിതങ്ങളൊക്കെ ദേവി മാറ്റിത്തരും, അതെനിക്ക് ഉറപ്പുണ്ട്. അനു, ഇതുവരെ കാണാത്തിരുന്നത് ഞാനിപ്പോ ആലോചിച്ചുള്ളൂ. ആ, എന്താ അനു, എന്താ ഇത്ര വൈകുന്നേ? ഞാനിവിടെ എത്തി. സത്യമോള് പപ്പിയുമായി എന്തോ പറഞ്ഞു വഴക്കായി. ഒറ്റയ്ക്ക് ബാഗ് പോലും എടുക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോയിന്നാ പപ്പിമോള് പറയുന്നത്. ഞാൻ വരുമ്പോ പപ്പിമോള് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ സത്യം ഇപ്പൊ എങ്ങോട്ടാ പോയേ? എന്തായാലും അങ്ങോട്ടായിരിക്കും വന്നിരിക്കുക. ശ്യാമ ഇവിടെ പപ്പിയെ വിളിക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ പപ്പിയും കൊണ്ടാ വരുന്നത്. ഞങ്ങള് സത്യം നോക്കി തന്നെയാ വരുന്നത്. അവിടെ എത്തിയിട്ടുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. ഇല്ല, ഇവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ എന്തായാലും വഴിയിലൊക്കെ നോക്കിയിട്ട് പോരാ. ഞാനും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി വരാം. സത്യ പപ്പിയുമായിട്ട് വഴക്കിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി പോന്നു. അയ്യോ, എന്നിട്ട് ഇപ്പൊ കൊച്ചെവിടെ ഉണ്ടെന്നാ പറയുന്നേ? അനുവും പപ്പിയും കൂടി സത്യം നോക്കി വരുന്നുണ്ട്. ശ്യാമയും പപ്പിയെ വിളിക്കാൻ ചെല്ലാത്തതുകൊണ്ട് അനു പപ്പിയും കൂടെ കൂട്ടിയിട്ടാ വരുന്നേ. ഓഹ്, എന്തൊക്കെ ഈശ്വര ഈ നടക്കുന്നേ. നീ വേഗം ചെല്ല്. വഴിയിൽ എവിടെങ്കിലും വെച്ച് സത്യമോളെ കാണാതിരിക്കില്ലല്ലോ. അല്ലടി, ശ്യാമ എന്താ കൊച്ചിനെ വിളിക്കാൻ പോവാത്തെ? എനിക്കെങ്ങനെ അറിയാം? ദേ വരുന്നു. എന്താ സത്യയെ കാണിച്ചത്? അനു എന്റെ അവിടെ വരുന്നതിന് മുമ്പ് എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നേ? എന്താ നീ ബാഗ് പോലും എടുക്കാത്തെ? മോളെ, നീ എന്താ മിണ്ടാത്തെ? ദേ, വീണ്ടും പഴയ പോലെ തുടങ്ങിയോ? എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്ത് പറ്റിച്ചോന്ന്? നീ എന്തൊക്കെയായി പറയുന്നേ? പപ്പി എന്നോട് എല്ലാം പറഞ്ഞു. എന്റെ അച്ഛന്റെ ശബ്ദത്തിൽ എന്നെ വിളിച്ചോണ്ടിരുന്നത് പപ്പിയാന്ന് ഞാൻ അറിഞ്ഞു. അമ്മയ്ക്കും അതൊക്കെ അറിയായിരുന്നല്ലേ? എന്താ മിണ്ടാത്തെ? പറ അമ്മ, അറിയായിരുന്നില്ലേ? അന്ന് സ്കൂളിൽ എന്റെ അച്ഛനായിട്ട് വന്നത് ആരാ?